ഹലോ ദർ, ഞാനിന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദമായി എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അതായത് വാച്ച് വേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോസിന് മാത്രമാണ്. ഷോർട്സിൽ വാച്ച് വേഴ്സ് ഷോർട്സിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് വാച്ച് വേഴ്സ് കൂടില്ല. പിന്നെ നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ 4000 വാച്ച് വേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ വീക്കിലി എങ്കിലും ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. വ്യൂസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടണമെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾ 1-2 ലോങ് വീഡിയോസോ അതല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി നിങ്ങളുടെ ടാർഗറ്റ് അതിന് പിന്നീട് പറഞ്ഞുതരാം, അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യണം. പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കാണാൻ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അവർക്ക് ഒരുപാട് വീഡിയോസ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എപ്പോഴും വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റി വീഡിയോസ് ഉണ്ടാക്കാവും. അതുപോലെ ഓഡിയോ നല്ലതായിരിക്കണം. പിന്നെ കണ്ടൻസ് അത് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് ഇടണം. അതിലെന്തെങ്കിലും ഒരു പ്രോപ്പർ കണ്ടൻസ് ഉണ്ടാവണം, എന്നെങ്കിലും മറ്റുള്ളവർ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുള്ളൂ. പിന്നെ ചില വീഡിയോസ് ഉണ്ട് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നത്, അത് അവർക്ക് കൂടുതൽ വാച്ച് വേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് മെയിൻലി. പക്ഷേ നമ്മൾ വിചാരിക്കും അവർ പറഞ്ഞു തരുന്ന ടിപ്സിലൊക്കെ വാസ്തവമുണ്ടെന്ന്. പക്ഷേ പലതും മിസ്ലീഡിങ് ആണ്. ചിലർ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെ കിട്ടുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാച്ച് വേഴ്സ് എങ്ങനെ കൂടുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യൂസ് എങ്ങനെ കൂടുന്നു പറയുന്നതൊക്കെ മിസ്ലീഡിങ് ആയിരിക്കും. അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ ഞാനും കാണിച്ചു. പിന്നെ ഞാൻ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്നത് FB റീൽസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് FBയിലേക്ക് പോസ്റ്റ് ചെയ്യില്ല, അതിന് മുന്നേ ഡൗൺലോഡ് ചെയ്യും. ഒരു 3 ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുവിധം ഡീറ്റെയിൽസൊക്കെ അതിൽ കടന്നുകൂടും. അതിനുവേണ്ടി 2 നമ്മൾ ഒരുമിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ റീൽസിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് വീഡിയോ മാത്രമേ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. ആദ്യത്തെ വീഡിയോന് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, ആദ്യത്തെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 വീഡിയോസ് ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് റീൽ ഉണ്ടാക്കാൻ നോക്കും. പിന്നെ ക്യാൻവയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അറിയില്ല ലോങ് വീഡിയോസിൽ എങ്ങനെയാണ് പാട്ടുകൾ കയറ്റാമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ പഠിച്ചു വരുന്നതുള്ളൂ. MA to സ്റ്റഡി ഇൻ ഷോർട്സ് അല്ലെങ്കിൽ ബാക്കി വേറെ നമുക്ക് കിട്ടുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിഗിനറാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ. ഇൻഷോട്ട് ഉണ്ട്, KineMaster ഉണ്ട്, VN ഉണ്ട്, CapCut ഉണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ആപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ആ ആപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോസിന് വേണ്ടി ഹെൽപ്ഫുള്ളാവുന്നു. പിന്നെ നമ്മൾ ഒരു ടാർഗറ്റ് വയ്ക്കുക. അതായത് ഇത്ര വാച്ച് വേഴ്സ് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം. ചിലർക്ക് ഇപ്പോൾ ഞാൻ ലേറ്റായിട്ട് കേട്ടു. അതായത് ഒരാൾ 2 വീഡിയോ ഇട്ടപ്പോൾ തന്നെ അയാൾക്ക് 4000 വാച്ച് വേഴ്സ് കിട്ടി. ദേ ആർ ദ ലക്കി വൺസ്. പക്ഷേ മോസ്റ്റ്ലി മെജോറിറ്റി ഓഫ് വീഡിയോ ക്രിയേറ്റേഴ്സിന് ഒരുപാട് വീഡിയോസ് ഇട്ട് അല്ലെങ്കിൽ ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടൊക്കെയാണ് വാച്ച് വേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് തീരുമാനിക്കുക, ഇത്ര മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളത് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളത് ബ്രേക്ക് ചെയ്യുക. ആ ടാർഗറ്റ് ഡേയ്സ് അക്കോർഡിംഗ് ടു ഡേയ്സ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സാധാരണ നമ്മളിപ്പോൾ എക്സാം ഉണ്ടാകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സിലബസ് കവർ ചെയ്യില്ല, അതുപോലെ ഇത്ര വ്യൂസ് എനിക്ക് ഒരു ദിവസം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സിന് ഒരു ദിവസം എനിക്ക് കിട്ടിയിരിക്കണം, അത് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എനിക്ക് ഇത്ര വാച്ച് വേഴ്സ് കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു 6 മാസം കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ടൊക്കെ 4000 വാച്ച് വേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടാൻ സാധിക്കുമെന്ന്.